തെലങ്കാന ടണൽ ദുരന്തത്തിൽപ്പെട്ട തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. തകർന്ന ബോറിംഗ് മെഷീന്റെ ഇടയിൽ ആയിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. കേരളത്തിൽ നിന്ന് തിരച്ചിലിനെത്തിച്ച കടാവർ നായ്ക്കളാണ് മൃതദേഹ സാന്നിധ്യം കണ്ടെത്തിയത്. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി ടെലിഫോണിൽ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. ഈ അപകടം നടന്ന് 16 ദിവസത്തിന് ശേഷമാണ് ഈ ടണലിനകത്ത് നിന്നും ഈ ഒരാളുടെ മൃതദേഹാവശിഷ്ടം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബോറിംഗ് മെഷീന്റെ തകർന്ന ബോറിംഗ് മെഷീന്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിലാണ് ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. കേരളത്തിൽ നിന്നും അവിടെ തിരച്ചിലിന് പോയ കടാവർ നായ്ക്കളാണ് ഈ മൃതദേഹമുള്ള ഭാഗങ്ങൾ കണ്ടെത്തിയത് എന്നതാണ് തെലങ്കാന സർക്കാർ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നത്. നിലവിൽ 7 പേർക്ക് എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും ഒരു സൂചന പോലും ലഭിച്ചിട്ടില്ല. അതിൽ ഒരാളുടെ മാത്രമാണ് ഇപ്പോൾ മൃതദേഹാവശിഷ്ടം കണ്ടെത്താൻ സാധിച്ചത്. ഈ കടാവർ നായ്ക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇപ്പോഴും അവിടെ പുരോഗമിക്കുകയാണ്. ഈ ബോറിംഗ് മെഷീൻ മുറിച്ചു മാറ്റിയാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ സാധിച്ചത് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും 16 ദിനവും അവിടെ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ നമുക്ക് ശുഭകരമായിട്ടുള്ള ഒരു വിവരവും അവിടുന്ന് ലഭിക്കുന്നില്ല. നിലവിൽ ലഭിച്ചിട്ടുള്ള ഒരു പൂർണ്ണ മൃതദേഹം എന്ന നിലയിൽ അല്ല, അവശിഷ്ടങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റ് 7 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു ഇടവേള എടുക്കണം. ഇടവേള കഴിഞ്ഞു വരുമ്പോൾ ഹൈബ്രിഡ് കഞ്ചാവുമായി ഇടുക്കിയിൽ പിടിയിലായ സിനിമ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് ഗോപിനാഥിന്റെ വീട്ടിലും സലൂണിലും എക്സൈസ് പരിശോധന നടത്തിയെന്ന വാർത്തയുണ്ട്. ഇതിലേക്ക് വരാം ഇടവേള കഴിഞ്ഞ്. ബ്രേക്ക്.